ഇന്നലെ ഞങ്ങള് എറഞ്ഞാല് ഭാഗത്ത് ആറ്റുതീരത്ത് പുല്ലൻ പിടിക്കുന്നവരുടെ അടുക്ക ചെന്നപ്പം അവിടെ പിടിച്ചോണ്ടിരിക്കുന്നേ പിടിക്കുന്ന ആൾക്കാർ കൊണ്ടുപോകുമായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. കിലോ 100 രൂപയേ ഉള്ളൂ, പക്ഷെ കിട്ടിയില്ല. അപ്പോഴാ എൻ്റെ ഫോണിൽ നോക്കുമ്പോൾ ഞാൻ ചർച്ചിലായിരുന്നോണ്ട് ചർച്ചിലെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ കേട്ടില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഫോണൊക്കെ നോക്കിയപ്പോൾ അവിടെ ആ ആറ്റുതീരത്ത് തന്നെ നിന്ന് ഫോണൊക്കെ നോക്കുമ്പോൾ ദാ മിസ്ഡ് കോൾ കിടക്കുന്നു. പുള്ളിക്കാരിയുടെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്, തൊട്ടടുത്ത ഈ ആറ്റുതീരത്ത്. അപ്പോൾ ഞാൻ എന്നെ അന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പം എന്നോട് പറയാ, ഇങ്ങോട്ട് വാ, വീട്ടിലോട്ട് വാ, എൻ്റെ വീട്ടിൽ കുറച്ച് മീൻ അയൽവക്കത്ത് മീൻ പിടിക്കുന്നവർ വലയിടുന്നവർ കൊണ്ട് തന്ന് ഫ്രീസർ ഇരിപ്പുണ്ട് തരാമെന്ന്. അയ്യോ, കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷേ പൈസ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് ഞാൻ തരുവാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സങ്കടം. ഞാൻ പൈസ എന്നിട്ട് കൈ പിടിച്ച് അവരുടെ വീട്ടിലോട്ട് ചെന്ന് വീട്ടിൻ്റെ വാതിക്കെ വേറെ ഒരു വഴിയിൽ, കാരണം വീടിൻ്റെ അവിടെ വെള്ളം ഇച്ചിരി കയറി കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി മാറി വേറൊരു ഗ്രൗണ്ടിൻ്റെ അവിടെ ചെന്ന് അപ്പം പൈസ കൊടുത്തപ്പോൾ എന്നോട് ദേഷ്യപ്പെടുക, പിണങ്ങുക. ഇതാ ഇത്രയും മീനുണ്ട്, പുല്ലന്. ഞാനത് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് കുറേ 1 മണിക്കൂറായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നേ. ഇനി ഇതൊന്ന് വെട്ടിയെടുക്കണം. അടുപ്പിലെ ചാരം വാരി കഴിഞ്ഞ ദിവസം തെങ്ങിൻ ചോട്ടി ഇടുകയും ചെയ്തു. ഇനി ഇത് ഉപ്പുകല്ലയിലൊക്കെ ഇങ്ങനെ തൊട്ട് നല്ലതായിട്ടൊന്ന് വെട്ടി റെഡിയാക്കി എടുത്ത് ആരൻ പറഞ്ഞ് കറി വെക്കുകയേ ചെയ്ത് വറുത്താൽ മതി. കറി വെച്ചാൽ മുള്ളായിരിക്കും, വറക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ച് കണ്ടിച്ച് എടുക്കുമ്പോൾ അതിനകത്തെ മുള്ള് ഊരിപ്പോന്നോളും. അതെനിക്ക് ആ കൂട്ടുകാരി പറഞ്ഞും തന്നു. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച. പൈസയൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. കുറേ നേരം ഉപ്പിനകത്ത് മഞ്ഞളിനകത്തൊക്കെ കിടന്ന് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ട് ചെറുമ്പതിലൊക്കെ കളഞ്ഞ് വെട്ടി കുറച്ച് സമയം എടുക്കും. എത്രണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6 5 കണ്ടോ, സ്നേഹമുള്ള കൂട്ടുകാരി. അതുപോലെ ഇന്നലെ ഒരു 3 കിലോയോളം മാങ്ങാപ്പഴവും കിട്ടി. നല്ല സൂപ്പർ നാടൻ മാങ്ങ കണ്ട. ഇതാണ് ഫ്രണ്ട്ഷിപ്പ്, ദൈവസ്നേഹം അല്ലേ? ഓക്കേ, കെട്ടട്ടെ.